പപ്പായ, ഇതൊക്കെ ധാരാളം നട്ടു വളർത്തിയിട്ടേ അതൊക്കെ ഇങ്ങനെ സാറ് ഓർമ്മ കൊണ്ടുപോയി എനിക്ക് ബെനിഫിറ്റർക്ക് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് ആള് ഓരോന്ന് പറിച്ചു തരും. അപ്പോ അത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ജോലിയേക്കാൾ ഉപരി അവിടെയുള്ള ആ സ്ഥല സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിനിയോഗിച്ച് നമ്മൾ 100% നമ്മുടെ ജോലിയിൽ വ്യാപൃതരായിട്ട്, പിന്നെ അത് തന്നെയല്ല അയൽപ്പക്കങ്ങളായിട്ടുള്ള നല്ലൊരു ബന്ധം. പല ഐറ്റികളിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്നോ രണ്ടോ ചില ഐറ്റികളിലൊക്കെ ജോലി, അതായത് ആ സ്റ്റാഫും മറ്റുള്ള കാര്യങ്ങളും ഈ അയൽപ്പക്കങ്ങളായിട്ടൊന്നും യാതൊരു ബന്ധങ്ങളും ഇല്ല. കാരണം ഒരു ദിവസം അതിനും വാച്ച്മാൻ ഇല്ലാത്ത ദിവസം ചിലപ്പോൾ അവിടെ അന്നത്തെ ദിവസം കുട്ടികടകളൊക്കെ കാണിച്ച് അവിടെ ഇട്ടുണ്ടോ, അങ്ങനത്തെ ചില സ്ഥല ഐറ്റികളെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഐറ്റികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തൊട്ടപ്പുറത്തെ അയൽപ്പക്കക്കാരും മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുടുംബം മാതിരി അവരെയൊക്കെ പരിപാലിച്ച് പോരുക എന്ന് പറഞ്ഞാൽ അതിന്റെ വലിയൊരു ഘടകം പ്രത്യേകിച്ച് വാച്ച്മാനാണ്. തൊട്ട അയൽപ്പക്കക്കാരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം. നമ്മുടെ എരുമപ്പെട്ടി ഏരിയയിലൊക്കെ അവരൊക്കെ രാജോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും. അപ്പൊ അത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ ജോലിയേക്കാൾ ഉപരി തൊട്ടടുത്തുള്ള നമ്മുടെ സ്ഥാപനവും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകാനുള്ള അദ്ദേഹത്തിന്റെ കൂടെ ഒരു എന്താ പറയാ, അതൊരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. അത് രാജേട്ടനൊക്കെ വിട്ട് കളഞ്ഞിട്ട് വേറെ ആർക്കും ഇല്ല. ഇപ്പൊ ചില ഐറ്റി, ഞാൻ ഐറ്റി എടുത്ത് പറയില്ല, 2-3 ഐറ്റികളിലൊക്കെ ചിലപ്പോൾ പറയുന്ന കേട്ടിട്ടുണ്ട്, രാത്രി നമ്മൾ ഏതെങ്കിലും ഒരു വാച്ച്മാനോ അല്ലെങ്കിൽ ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ കണ്ണി കണ്ട കച്ചറകളൊക്കെ വരി വെച്ചിട്ടുണ്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ ജീവനക്കാര് ഈ നമ്മുടെ ഐറ്റി പ്രവർത്തിക്കുന്നത് മറ്റുള്ള ഐറ്റികൾ മാതിരിയല്ല. ഈ സമൂഹത്തിലെ മറ്റു യാഥാർത്ഥികരായിട്ടുള്ള നമ്മുടെ ഈ ആൾക്കാർ, സാധാരണ ESC കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയകളിലുള്ള ഒരേ സ്ഥലത്തായിട്ടാണ് നമ്മുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവരായിട്ടുള്ള ഒരു അടുത്തൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് 1-2 സ്ഥലങ്ങളിലെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ തികച്ചും വിഭിന്നമായിട്ട് നമ്മുടെ ഈ എരുമപ്പെട്ടി ഐറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊതുസമൂഹങ്ങൾ, അതായത് മറ്റുള്ള ഈ അയൽപ്പക്കക്കാരൊക്കെ ആയിട്ട് അഭേദ്യമായ ബന്ധം പോലെ വെച്ച് പുലർത്തുന്ന ഒരു സ്ഥാപനമായിട്ടൊക്കെ എനിക്ക് കുറച്ചു കാലം കൊണ്ട് ഈ രാജേട്ടനായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആളെ പറ്റി നേരത്തെ നാല് പറഞ്ഞ മാതിരി എൻ്റെ 2014 എന്ന് പറഞ്ഞാൽ 13 തൊട്ട് തന്നെയാണ് കൊണ്ട് വൈഫിന് ഇങ്ങനെ ചെറിയൊരു പ്രശ്നം വന്നു. തൊണ്ടത്തിൽ അറിഞ്ഞില്ല, തലയിൽ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ആയിരുന്നു. പിന്നീട് അത് സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഇന്നും ആൾക്ക് മെമ്മറി കാര്യങ്ങളൊക്കെ കുറവായിട്ടുള്ളൊരു ആ ഒരു സ്ഥിതിവിശേഷങ്ങളാണ്. ഈ 2 പൊന്നു മക്കളാണ്. അമ്മയെ സത്യം പറഞ്ഞാൽ പറയാൻ എനിക്ക് വിഷമമുണ്ട്, ഡയപ്പറൊക്കെ വെച്ച് കൊടുക്കുന്ന രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്. 2 ആൺമക്കളാണ്. അവരൊക്കെ സ്വന്തം അമ്മയെ എങ്ങനെ പരിചരിക്കുന്നു എന്ന് രാജേട്ടൻ അവിടെ വരുമ്പോൾ പറഞ്ഞു കേട്ടുമ്പോൾ കണ്ണ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചിന്തിച്ചാലും മുഖ്യം. കാരണം ഇന്നിപ്പോ നമ്മൾ ആരായാലും ജീവനക്കാരായാലും മറ്റുള്ളവരായാലും സ്വന്തം അമ്മയ്ക്ക്, ഇപ്പൊ എനിക്ക് എൻ്റെ അമ്മ ക്യാൻസറായിട്ട് കുറേ നാൾ കിടന്നിട്ടുണ്ട്. നമ്മളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സർവന്റിനെ വെക്കാനോ മറ്റുള്ളവരൊക്കെ ശ്രമിക്കും. പക്ഷെ ഈ 2 ആൺമക്കളും മക്കൾക്കൊക്കെ എന്താ പറയാ, എത്രയോ പുണ്യം കിട്ടും. രാജേട്ടന്റെ വാക്കുകളിൽ നിന്നാണ് ഞാനത് ഉൾക്കൊള്ളുന്നത്. ഞാൻ 6 മാസം ജോലി ചെയ്തിട്ട് ഞാൻ 2 തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ അമ്മേനൊക്കെ കാണാനായിട്ടും വന്നിട്ടുണ്ട്. അമ്മയൊക്കെ പിന്നെ ഒന്നും പറയണ്ട, എനിക്ക് പറഞ്ഞാൽ കണ്ടെന്ന് അറിയണു. നമ്മുടെ ഈ രാജേട്ടന്റെ വൈഫിന്റെ അമ്മ, ഇവര് ആ സ്ത്രീക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് സ്വന്തം മോൾക്ക് വേണ്ടിയിട്ട് കഴിച്ച ത്യാഗം ഇപ്പോഴും ഇവര് 2 പേരും റിട്ടയറാണ്. അതായത് ഈ അച്ഛനും അമ്മയും മ്യൂസിയത്തിൽ നിന്ന്, അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ല നമ്മുടെ മ്യൂസിയത്തിൽ നിന്ന് മൃഗശാല വകുപ്പിലായിരുന്നു ഇവർ 2 പേരും ജോലി. അവർ 2 പേരും അവിടെ റിട്ടയർഡ് ഹാൻഡ്സാണ്. ഇവരെ ഞാൻ അതിന് മുന്നേ അറിയും. കാരണം എൻ്റെ ഒരു സുഹൃത്ത് നന്ദകുമാർ എന്ന് പറഞ്ഞ ആള് മ്യൂസിയത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ ഇവര് അവരുടെ വിവാഹത്തിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അന്നും പരിചയങ്ങളുണ്ട്. അപ്പൊ രാജേട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ പറയുമ്പോൾ അറിയാം. ഇവരൊക്കെ ഈ അമ്മ ഇപ്പോഴും ആ മോളെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പോകാന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാല് ഏതൊരു മനുഷ്യന്റെയും കണ്ണു നിറയുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അത്രയും വലിയ ത്യാഗപൂർണമായ ഈ ജീവിതത്തിൽ നിന്നും തൊഴിലിടങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ജോലിയിലോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ അദ്ദേഹം കാണിക്കുന്ന ആ ആത്മാർത്ഥത. കാരണം അല്ലെങ്കിൽ പലർക്കും പറയാം, അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വരണം, അമ്മയ്ക്ക് സുഖമില്ല, ഞാൻ 11 മണിക്ക് വരുള്ളൂ, ഞാൻ 12 മണിക്ക് വരുന്നു എന്നൊന്നുമില്ല. ആ കൃത്യമായിട്ട് 4:30 എത്തിച്ചേരുകയും നമ്മുടെ ജോലി ആ 100% അർപ്പിച്ചുകൊണ്ട്, ജോലിയേക്കാൾ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മറ്റുള്ള പച്ചക്കറി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും സ്ഥാപനത്തിന് വേണ്ടി 100% അർപ്പിച്ചു പ്രവർത്തിക്കുന്ന രാജേട്ടനൊക്കെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ സർവീസിനും നമ്മുടെ വകുപ്പിനും വലിയൊരു തീരാ നഷ്ടമാണ് രാജേട്ടൻ്റെയൊക്കെ ഈ റിട്ടയർമെന്റ്. പക്ഷേ അത് ഓഫീസറും സുഖണ്ടൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടേതായ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും 2-3 കാലം കഴിഞ്ഞാൽ നമ്മളൊക്കെ പോകണം, നിവൃത്തി നിൽക്കും. ഞാനും പോകാൻ തന്നെയാണ് തയ്യാറായിട്ട് നിൽക്കുന്നത്.
അപ്പൊ ഈ കറക്റ്റും കാര്യങ്ങളൊന്നും നോക്കണ്ട. 3-4 ലക്ഷം ഇന്നലെ ശ്രീസാറ് എന്നോട് പറഞ്ഞു 2 ദിവസം റിട്ടയർ ആവാ പറയും. ആയി അധികമൊന്നും ഇല്ല, 4 വർഷം കൂടി കഴിഞ്ഞാൽ അവിടെ കെട്ടിക്കിട്ട്. അപ്പൊ ഞാനത് ഒരു കൊളക്കിലായിട്ട് പറഞ്ഞെന്ന് മാത്രം. പക്ഷെ എന്നിരുന്നാലും ഈ എല്ലാ പ്രായോഗിക ബുദ്ധിമുട്ടുകളും വീട്ടിലെ സാഹചര്യങ്ങളുടെ വിഷമങ്ങളും എല്ലാം മുൻനിർത്തി ആയാലും നമ്മുടെ തൊഴിലിന് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള മാനസിക വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പുറമേക്ക് കാണിക്കാതെ ജോലിയിൽ വ്യാപൃതമായിട്ട് നടക്കുന്ന ഇത്തരം ഒരു വ്യക്തിയെ നമുക്ക് എത്ര നമിച്ചാലും തീരില്ല.